ചരിത്രത്തിലെ ഒരു ഹോളോകോസ്റ്റിനും സമാനത നൽകാനാകാത്ത ഇസ്രായേലിൻ്റെ പലസ്തീൻ കൂട്ടക്കൊല തുടങ്ങിയിട്ട് ഇന്ന് 1 വർഷം തികയാണ്. 1 വർഷം. ക്രിസ്മസും ഈദും പെസാക്കും യോം യെരുശലേമും ഒക്കെ ചേർന്ന് അതിബൃഹത്തായ 1 വർഷം. ഇസ്രായേൽ പലസ്തീൻ ജനതയോട് നടത്തുന്ന കൊടും ക്രൂരത പതിറ്റാണ്ടുകൾക്കും പിന്നിലേക്ക് നീണ്ടു കിടക്കുകയാണ്. ഏറ്റവും പുതിയ വംശഹത്യക്ക് മാത്രമാണ് 1 വയസ്സാകുന്നത്. 42,000 പേരെ കൊന്നിട്ട് കൂട്ടക്കൊല ചെയ്തിട്ട് 20,000-ലധികം പൊടിക്കുഞ്ഞുങ്ങളെ ബോംബിട്ട് ചിതറിച്ച് കളഞ്ഞിട്ട് ലോകത്തൊന്നും സംഭവിച്ചില്ല. ലോക ചരിത്രത്തിൽ ആദ്യമായി വംശഹത്യയും കൂട്ടക്കൊലയും ലൈവ് സ്ട്രീം ചെയ്യപ്പെട്ടു. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും നൂതനമായ പ്രിസിഷൻ ബോംബറുകൾ ഉപയോഗിച്ച് സ്ഫോടനങ്ങൾ നടത്തി. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെട്ട ലോക സംഘടനകൾക്ക് ഇതിനെതിരെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ജനാധിപത്യവും അവകാശങ്ങളും സ്വാതന്ത്ര്യവും തങ്ങളിൽ നിന്ന് ഉറവെടുത്തു എന്ന് ഞെളിയുന്ന അമേരിക്ക വംശഹത്യയ്ക്ക് ബദലുകളില്ലാത്ത വിധം പിന്തുണ കൊടുത്തു. ഇസ്രായേലിന് പണവും ആയുധങ്ങളും എത്തിച്ചു നൽകി. സോഷ്യൽ മീഡിയയിൽ അങ്ങോളം ഇങ്ങോളം കത്തിക്കരിഞ്ഞ പലസ്തീൻ കുഞ്ഞുങ്ങളുടെ ശരീരങ്ങളുടെ വീഡിയോ പ്രചരിപ്പിച്ചിട്ടും പാതി അറ്റിപ്പോയ ശരീരങ്ങളുമായി നിലവിളിക്കുന്ന മനുഷ്യരുടെ ഒച്ച കേട്ടിട്ടും നിലപാട് മാറാത്ത, ഐക്യപ്പെടലുകൾ ഉണ്ടാകാത്ത മനുഷ്യ സമൂഹത്തിന് 1 വർഷത്തിൻ്റെ ഓർമ്മപ്പെടുത്തലിൽ എന്തെങ്കിലും പുതിയത് സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. എന്നാലും പറയുകയാണ്, 1 വർഷമായി 42,000-ലധികം മനുഷ്യരെ ഇസ്രായേൽ കൊന്നുകളഞ്ഞിരിക്കുന്നു.